14 ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ 14 ജില്ലാ കമ്മിറ്റികളുടെ ചർച്ചകൾ നടക്കുമ്പോൾ 10ലും പിണറായിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. എന്തിനാണ് ഇത്രയും കനത്ത തോൽവി നേരിട്ടിട്ടും പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് സ്വന്തം മകൻ തന്നെ ചോദിച്ചു, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ കണ്ണാടിയിലൊന്ന് നോക്കാൻ പാടില്ലേ, എന്താണ് പഴയ കാലങ്ങളിലെ ആ വീഡിയോകൾ എടുത്തു നോക്കാത്തത് എന്ന അടക്കം വളരെ ശക്തമായ അധിക്ഷേപങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത് പിണറായിയുടെ ധാർഷ്ട്യമാണ് പാർട്ടിയെ ഇത്രത്തോളം ജനങ്ങളിൽ നിന്നും അകറ്റിയത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അകറ്റി നിർത്തിയ 10 വർഷങ്ങൾ. 2016 വരെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് സാധാരണക്കാരന് അവൻ്റെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ അവൻ്റെ ഒരു അപേക്ഷയുമായി അവൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്തെങ്കിലും പ്രശ്നവുമായി പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ 2016 പൂട്ടിയതാണ് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ വാതിലുകൾ, സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകൾ. അതിനുശേഷം വലിയ തോതിലുള്ള പോലീസ് സന്നാഹങ്ങൾ, മുന്നിലും പിന്നിലും 10-12 വാഹനങ്ങളുമായി പിണറായി വിജയന്റെ തേരോട്ടം, ഒടുവിൽ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ പ്രതിഷേധക്കാരെ പോലും ആക്രമിക്കുന്ന അനിൽകുമാറിനെയും സന്ദീപിനെയും വരെ നമ്മൾ കേരളത്തിൽ കണ്ടു. അപ്പോൾ ഇതൊരു വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി. അത് പിണറായി എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയായി 16 വർഷം പാർട്ടിയെ നയിച്ച, 10 വർഷം പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായിക്കെതിരെ ഒരു വാക്കുമിണ്ടാൻ ഭയന്നിരുന്ന അണികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതാ പറയാൻ തയ്യാറെടുത്തിരിക്കുന്നു. പിണറായി തെറ്റാണ്, പിണറായിയുടെ നയം തെറ്റാണ്, പിണറായിയുടെ ശൈലി തെറ്റാണെന്ന് പറയാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഒരു പാർട്ടി പ്രവർത്തക സെൽഫി എടുക്കാൻ പോയപ്പോൾ ആ പാർട്ടി പ്രവർത്തകയെ തടഞ്ഞതുപോലും നമ്മൾ കണ്ടതാണ്. ജി സുധാകരനെതിരെ ചെറ്റ എന്ന പരാമർശം വരെ നടത്തിയത് കേരളം കണ്ടതാണ്. പരനാറി എന്ന് NK പ്രേമചന്ദ്രനെ 1 അല്ല 2 അല്ല പലതവണ വിളിച്ചത് കേരളം കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കാലമർഹിക്കുന്ന ശിക്ഷയാണോ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന ചോദ്യം വരികയാണ്.